തലപ്പലം പഞ്ചായത്തിന്റെയും പ്ലാസനൽ പൗരസമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ MLA-മാരായ മാണി സി കാപ്പനും അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJയ്ക്കും സ്വീകരണം നൽകി. തലപ്പലം സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോമി ബെന്നി അധ്യക്ഷത വഹിച്ചു. മാണി സി കാപ്പൻ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. ഒരു പട്ടണത്തിന്റെ വികസനമല്ല കണ്ടത്. MLA ഒരു നിയോജകമണ്ഡലത്തിന്റെ MLA-യാണ്. ആ MLA-യുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നിയോജകമണ്ഡലത്തിന്റെ എല്ലാ ഭാഗത്തും വികസനം എത്തിക്കുക എന്നുള്ളതാണ്. ഇവിടെ 27 മുന്നേറെ പോയിട്ടുണ്ട്. എത്ര പേരുണ്ട്? ഒരാളെ ഇല്ലിക്കരി പോയിട്ടുണ്ട്. എത്ര പേരുണ്ട്? നിങ്ങൾ ഇല്ലിക്കരി 27 മുന്നേറികളിൽ പോകണം. അപ്പൊ അതൊക്കെ ഫർദറായിട്ട് ഡെവലപ്പ് ചെയ്ത് വാഗമണ്ണിൽ ഇങ്ങോട്ടുള്ള റോഡുകളെ കണക്ട് ചെയ്ത് ടൂറിസം മേഖലയിൽ ഒരു വൻ കുതിച്ചുചാട്ടം പാലായിൽ ഉണ്ടാകും. പാലായിൽ നിന്നും എറണാകുളത്തേക്ക് ഒരു സൂപ്പർ ഫാസ്റ്റ് ഹൈവേ 50 കിലോമീറ്റർ കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് എത്താൻ കഴിയുന്ന ഒരു ഹൈവേ വരുന്നതോടുകൂടി പാല എന്ന് പറയുന്ന ഈ പ്രദേശം എറണാകുളത്തിന്റെ ഒരു സാറ്റലൈറ്റ് സിറ്റിയായി മാറും. അത്തരത്തിലുള്ള വളരെ ആഗ്രഹമുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടൂറിസത്തിന്റെ മേഖലയിൽ വൻ കുതിച്ചുചാട്ടം ഇവിടെ ഉണ്ടാവും. അതിന് തർക്കമില്ല. ചരിത്രത്തിൽ ആദ്യമായി പാലായുടെ മണ്ണിൽ ഒരു കോൾഡ് സ്റ്റോറേജ് ഫുഡ് പാർക്ക് വരുന്നതോടെ കർഷകർക്ക് കാർഷിക വിളകൾക്ക് ന്യായവില ലഭ്യമാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല, ആ കാർഷിക വിളകൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിദേശങ്ങളിലേക്ക് കയറ്റി അയച്ച് കർഷകന് അതിന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനുള്ള സംവിധാനം കൂടി ഉടനെ തന്നെ ഉണ്ടാകുകയാണെന്ന് പറയുന്നത് പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJ മുഖ്യ പ്രഭാഷണം നടത്തി. ഇപ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികളെ, കുട്ടികളെ, മാർക്ക് വാങ്ങിയവരെ അഭിനന്ദിക്കുന്ന അവർക്ക് അവാർഡ് കൊടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കുള്ള വലിയ ഭാവിയാണ് ഇന്നലത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാരണം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പുതിയ സ്വപ്നങ്ങൾ നെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഡേറ്റാ സയൻസിന്റെയും കോറിലേഷൻ കൂടി ലോകത്തെ മാറ്റിമറിക്കുന്ന ടെക്നോളജി അടുത്ത 15 വർഷത്തിനകം ലോകം കീഴടക്കുക. ആ കീഴടക്കുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം വളരെ പുറകോട്ടാണ് ചെയ്യുന്നത്. അതിശക്തമായ സമ്മർദ്ദം UDF-ലും അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ അടുത്തും ഈ ഒരു കാര്യത്തിന് വേണ്ടി തീരുമാനിച്ചതുകൊണ്ടാണ് ഇന്നലെ പ്രത്യേകം പരാമർശം നിയമസഭയിൽ ഉണ്ടായിരുന്നു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിൽ ഊന്നൽ നൽകിക്കൊണ്ട് R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വൻതോതിൽ ഫണ്ട് കൊടുത്തുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ നയം കേരളത്തിലുണ്ടാവും. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും റാങ്ക് കരസ്ഥമാക്കിയവരെയും ചടങ്ങിൽ ആദരിച്ചു. വൈസ് പ്രസിഡന്റ് ജോയ് ജോസഫ് സ്വാഗതം ആശംസിച്ച യോഗത്തിൽ ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ്സ് കറിയ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീകല R, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ പ്രേംജി R, ആൻമരിയ അമൽ, ജോഷി ജോഷുവ, പ്ലാസന സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ മാത്യു പുല്ലുകാല എന്നിവർ ആശംസകൾ അർപ്പിച്ചു.